ജനസമക്ഷം ജനസമ്പർക്ക ഫോണിംഗ് പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മോടൊപ്പം കുളത്തൂരിന്റെ പ്രിയങ്കരിയായ കൗൺസിലർ നാജ ബി. സ്വാഗതം മാഡം. മാഡം, ഞാൻ ആദ്യം ചോദിച്ചോട്ടെ, ഈ നാജ ബി എന്ന് പറയുമ്പോൾ ചിലൊരു ബുദ്ധിമുട്ട് വരത്തില്ലേ പേരിന്റെ കാര്യത്തിനകത്ത്? ഇല്ല, എല്ലാവർക്കും വളരെ സന്തോഷമുള്ള ഫെമിലിയർ ആയി. പക്ഷെ ഈ പേര് ഒരിക്കൽ കേട്ടാൽ മതി, മറക്കത്തില്ല. അപൂർവം കാരണം കോർപ്പറേഷനിലെ 100 കൗൺസിലർമാരിൽ ഈ ഒരു പേര് എന്തായാലും ഞാൻ ഒരുപാട് തവണ അത് വായിച്ച് പഠിച്ചാണ് കേട്ടോ. അതിനുശേഷമാണ് എനിക്ക് പറയാതെ തന്നെ മടിയായിരുന്നു. ഞാനിപ്പോൾ ഞാൻ ചിരി വേറെ വല്ല പേരാണോ, ഇരട്ട പേരാണോ അങ്ങനെ വിചാരിച്ചു. ഇതല്ല, ശരി തന്നെയാണ്. അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. കഴിഞ്ഞ 5 വർഷക്കാലം കുളത്തൂർ വാർഡിന് വേണ്ടി ഒരുപാട് പ്രവർത്തനങ്ങൾ മാഡം ചെയ്തതായിട്ടറിയാം. അപ്പോൾ ആ ചെയ്ത വിഷയങ്ങൾ ഞങ്ങൾക്കൂടെ ഒന്ന് അറിയാൻ കഴിഞ്ഞാൽ കൊള്ളാമല്ലോ, ഒന്ന് പറയാമോ? വാർഡ് തലത്തിൽ നമ്മുടെ കുന്ന്, മല, തോട്, കായൽ, ഇതാണ് ഒരു വാർഡിൻ്റെ പ്രദേശം എന്ന് പറയുന്നത്. ഈ പ്രദേശത്ത് ഒത്തിരി വികസനങ്ങൾ നേരത്തെ തന്നെ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ കഴിഞ്ഞ കൗൺസിലർ ചെയ്തിരുന്നപ്പോൾ തന്നെ കുറേ വികസന കാര്യങ്ങൾ ചെയ്തു. അതിൻ്റെ തുടർച്ച എന്ന രീതിയിൽ ബാക്കി ചെയ്യുകയാണ് ഉണ്ടായത്. അതിൽ പ്രധാനമായും നമുക്ക് കുറച്ച് റോഡുകൾ പൂർത്തീകരിക്കാൻ കാര്യം പുതിയ റോഡുകൾ ടാറിട്ട് കൊടുക്കേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ പുതിയ റോഡുകൾ കോൺക്രീറ്റ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതുപോലെ ഒരു കെട്ടിടം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു വിജ്ഞാനദാനി 1932 പണിത ഒരു വായനശാലയായിരുന്നു. ആ വായനശാല ഇപ്പോൾ പണിയെല്ലാം പൂർത്തിയാക്കി. കാര്യം അതിന് പുതിയ ഒരു കെട്ടിടം നിർമ്മിച്ച് അതിൻ്റെ മുകളിൽ ഷീറ്റൊക്കെ ഇട്ട് നന്നായിട്ടൊരു രീതിയിൽ പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കരിമണലൊരു വായനശാല, ആ വായനശാലയുടെ കെട്ടിടവും നമ്മുടെ MLA ഫണ്ടിൽ നിന്ന് ആദ്യം അനുവദിച്ചതാണ്. അതിൻ്റെ ബാക്കി ഒരു ഹാൾ കൂടിയൊക്കെ നമുക്കതിന് ചെയ്യാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് പുല്ലുകാട് ഒരു ഹോമിയോ ഹോസ്പിറ്റലുണ്ട്. ആ ഹോമിയോ ഹോസ്പിറ്റലിൻ്റെ മുകളിലൊരു യോഗ സെൻറ്റർ ആരംഭിച്ചു. അതിനൊരു പുതിയ റൂമൊക്കെ വലിയൊരു ഹാള് ആയിട്ട് നിർമ്മിച്ചുകൊണ്ട് അതിൽ ഇപ്പോൾ യോഗ സെൻറ്റർ ക്ലാസ് ആരംഭിച്ചിരിക്കുന്നുണ്ട്. ഒത്തിരി പേരവിടെ അതിൽ യോഗയ്ക്കായിട്ട് വരുന്നുണ്ട്. അതുപോലെ അവിടെ നമുക്കൊരു ഡോക്ടർ തന്നെ ആ യോഗ ക്ലാസ് എടുക്കുന്നുണ്ട്. അത് വിവിധ ഇടങ്ങളിൽ പോയി നമുക്ക് ക്ലാസ് തുടങ്ങി കൊടുക്കുന്നുണ്ട് കുട്ടികൾ നമ്മുടെ സ്കൂളുകളിൽ. അതുപോലെ ഒരു സ്കൂളാണ് ഗവൺമെൻറ് കുഴിവിള UP സ്കൂള്. ആ സ്കൂളിൻ്റെ നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനം, നല്ല കാര്യം. ഇടയ്ക്ക് നമുക്ക് ആ സ്കൂൾ കുട്ടികളുടെ കുറവ് കാരണം അത് പൂട്ടും എന്നൊരവസ്ഥ വന്നപ്പോൾ വീണ്ടും ആ സ്കൂളിനെ പുനരുദ്ധരിപ്പിച്ച് നമുക്കൊരു നല്ല അധ്യാപകരും ധാരാളം വിദ്യാർത്ഥികളും ഒക്കെ ചേർന്ന് ആ സ്കൂളിൻ്റെ ഒരു പ്രവർത്തനം നല്ല രീതിയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കുടിവെള്ള സ്കൂളിൻ്റെ കാര്യം എടുത്തു പറയുകയാണെങ്കിൽ സ്കൂളിൽ ആകെ ഞാൻ ഇവിടെ കയറുന്ന സമയത്ത് 36 കുട്ടികൾ മാത്രമാണ് ആ സ്കൂളിലുണ്ടായിരുന്നത്. ഇപ്പോൾ അത് 120 അകത്ത് കുട്ടികൾ ഇന്ന് പഠിക്കുന്നുണ്ട്. അന്ന് നമ്മുടെ ബഹുമാനപ്പെട്ട MLA നമുക്കൊരു സ്കൂൾ വണ്ടി, MLA എന്ന് പറയുന്നത് പേരെന്ന് പറയാം, MLA കടകംപള്ളി സുരേന്ദ്രൻ, അത് നമുക്കൊരു ബസ് അനുവദിച്ച് തരികയും അങ്ങനെ ദൂരെ പോയി നമുക്ക് കുട്ടികളെ കൊണ്ടുവന്ന് പഠിപ്പിക്കാനുള്ളൊരു സംവിധാനം ഒരുക്കി തരികയും ഇപ്പം നമുക്ക് ഒരു ബസ് കൂടി ആവശ്യപ്പെട്ട് MLA നമ്മൾക്ക് കടകംപള്ളി സാർ തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് അടുത്ത വർഷത്തിനിടയ്ക്ക് നമുക്കിത് കിട്ടുമെന്നൊരു പ്രതീക്ഷയുണ്ട്. സാർ ചെയ്യും. അങ്ങനെയാണ് പറഞ്ഞു കഴിഞ്ഞാൽ പറയുന്ന കാര്യം കൃത്യമായും ചെയ്യുന്ന ഒരു MLA ആണ്. വികസന നായകനാണല്ലോ അദ്ദേഹം. വികസന നായകൻ നമുക്ക് കിട്ടുമെന്നുള്ളൊരു നല്ല ആ ഒരു കാര്യത്തിൽ എന്ത് കാര്യത്തിന് നമുക്ക് MLA പറഞ്ഞു കഴിഞ്ഞാലും ആ നിമിഷം ഒന്നും നോ എന്ന് പറയാറില്ല. പറയുന്ന കാര്യം എന്തും ചെയ്തു തരുമെന്നുള്ള നമുക്ക് വിശ്വാസമാണ്. ജനങ്ങൾക്കും അതുപോലെ വിശ്വാസം തന്നെയാണ്. അത് തന്നെയാണ് കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ നമുക്ക് കണ്ട റെക്കോർഡ് വിജയം. അതുപോലെ നമുക്കിപ്പോൾ ഇനിയും ഞങ്ങൾക്ക് കുറച്ച് വികസനങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രവൃത്തി പറയുകയാണെങ്കിൽ ഒരു ഡ്രെയിനേജിൻ്റെ പണി 110 കോടിയുടെ ഒരു ഡ്രെയിനേജിൻ്റെ വർക്ക് എടുത്ത് അത് ഏകദേശം ഇപ്പം പൂർത്തിയായി. 80%, 80 അല്ല 85 വരെ പൂർത്തിയായി കഴിഞ്ഞു. ഇനി ബാക്കിയുള്ള വർക്കും കൂടി തീർക്കാനായിട്ട്
നല്ല രീതിയിൽ അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. കാര്യം വാട്ടർ അതോറിറ്റിക്കാരാണ് ഇതിൻ്റെ നമ്മുടെ പിന്നിലിത് ഈ വർക്കിട്ട് ഒന്ന് സ്ലോ ചെയ്തത്. അത് നമുക്ക് വീണ്ടും അതിൻ്റെ പ്രവർത്തനം പുനരാരംഭിക്കുന്നതിന് അടുത്ത ഘട്ടത്തിലേക്ക് നമുക്കത് ഇവിടെ നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ കഴക്കൂട്ടത്തു നിന്ന് ഇതിൻ്റെ മുട്ടത്തറ വരെയുള്ള ഒരു ഡ്രെയിനേജ് പദ്ധതിയാണ് കൊണ്ടുവന്നിരിക്കുന്നത്. അത് ഏകദേശം പകുതിയാണ് ഇപ്പോൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും അതും ഉടനെ MLA അത് പൂർത്തീകരിക്കാനുള്ള സംവിധാനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഭാഗമായി നമ്മുടെ റോഡിൽ കുറച്ച് വിഷയങ്ങൾ നമ്മുടെ നാട്ടിലുണ്ടായി. അവിടുത്തെ പ്രദേശവാസികളെല്ലാം അതിൽ കുറച്ച് വിഷമത്തിലായിരുന്നു. പക്ഷേ അതിപ്പം വീണ്ടും റോഡിൻ്റെ പണിയും ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. കുറച്ച് ഭാഗം ഇൻ്റർലോക്ക് ചെയ്തു, ബാക്കി ടാർ ചെയ്യേണ്ടത് ഉടനെ തന്നെ തുടങ്ങാൻ മെറ്റലൊക്കെ വിരിച്ചിട്ടുണ്ട്. ഇനി ടാറും കൂടെ ചെയ്താൽ മതി. അതിപ്പോൾ മഴ കാരണമാണ് കുറച്ച് ബ്രേക്ക് വന്നിട്ടുള്ളത്. ഓടകളുടെ പണികൾ തീർത്തിട്ടുണ്ട്. ഇനി അതിനോടൊപ്പം നമുക്ക് നമ്മുടെ വാർഡിലെ നമ്മുടെ നഗരസഭയുടെ ഭാഗമായി കുറേ രീതിയിൽ വെള്ളക്കെട്ടുള്ള പ്രദേശം ഓട ചെയ്യാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട്. കാരണം നമുക്ക് അവിടെ പ്രധാനമായിട്ടും നമ്മുടെ വാർഡിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് വെള്ളക്കെട്ട് പ്രദേശമാണ്. മഴക്കാലമായ വെള്ളപ്പൊക്കം ഉണ്ടാകുന്ന പ്രദേശം, വെള്ളപ്പൊക്കം തന്നെ വളരെ കുടുംബത്തിനെ തന്നെ ബാധിക്കുന്ന രീതിയിൽ. കുളത്തൂരിന്റെ ഏത് ഭാഗങ്ങളാണ് സാധാരണ വെള്ളപ്പൊക്കം ഉണ്ടാവാറ്? നമ്മുടെ ഈ തെറ്റിയാർ തോടിന്റെ തീരത്തും ആക്കുളം കായലിന്റെ തീരത്തും ഈ രണ്ട് ഭാഗത്തും ഒരു 7 കുടുംബങ്ങൾക്ക് എപ്പോഴും വെള്ളം കയറി. അവരെ നമ്മൾ ആ സമയത്ത് നമുക്ക് അവർക്ക് വേണ്ട സംവിധാനങ്ങളൊക്കെ നമ്മൾ ചെയ്തു കൊടുക്കാറുണ്ട്. അവർക്ക് വേണ്ടി നമ്മൾ അപ്പം തന്നെ ഇടപെടുന്നുണ്ട്. അത് MLA അടക്കം അതിലുള്ള നമ്മുടെ ഇപ്പം നഗരസഭയായാലും അതിന് വേണ്ട എല്ലാ സംവിധാനങ്ങളും നമുക്ക് അതാത് സമയം തന്നെ ചെയ്തു തരുന്നുണ്ട്. അതുപോലെ നമ്മുടെ ഞാൻ സ്കൂളിൻ്റെ കാര്യം പറഞ്ഞു പോയതാണ്. ഇപ്പം നമുക്ക് ഈ വെള്ളക്കെട്ടിൻ്റെ സമരം വന്നത്. ആ വെള്ളക്കെട്ട് ഒഴിവാക്കുന്ന കാര്യം കായലിലേക്ക് വരുന്ന ഓട നാഷണൽ ഹൈവേയുടെ NHAയുടെ ഒരു ഓടയുണ്ട്. അത് നമുക്ക് നല്ല രീതിയിലുള്ള ഒരു രീതിയിലല്ല അത് ചെയ്തിരിക്കുന്നത്. കാര്യം നമ്മുടെ പ്രദേശത്ത് ഈ കുളത്തൂർ വാർഡിൻ്റെ തീരത്ത് വരുന്ന റോഡിൻ്റെ വരുന്ന ഓടയിലേക്ക് വരുന്ന വെള്ളം നമുക്ക് ഈ നേരിട്ട് NHAയുടെ ഓടയിലേക്ക് എത്തിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല. NHAയുടെ ഒരു പ്രവർത്തനം നമുക്ക് വളരെ രീതിയിൽ പ്രയാസം തോന്നിയിട്ടുണ്ട്. ആ കുളത്തൂർ വാർഡിൻ്റെ പ്രദേശത്തെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. അവിടുത്തെ വെള്ളം സുഗമമായി പോകാൻ, ഈ ഓടയിലേക്ക് പോകാൻ കഴിഞ്ഞാൽ അവിടുത്തെ വെള്ളം കെട്ട് നമുക്ക് പൂർണ്ണമായി ഒഴിവാക്കാൻ കഴിയും. അതിന് MLA അടക്കം മറ്റ് നമ്മുടെ മന്ത്രി അടക്കം വന്ന് ഇറിഗേഷൻ വകുപ്പ് മന്ത്രിയും വന്ന് നോക്കി അതെല്ലാം പരിഹരിക്കാനായിട്ടുള്ള എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ NHAക്കാർ അതൊരു നല്ല രീതിയിലുള്ള ഒരു പ്രവർത്തനമല്ല നടത്തുന്നത്. അത് നമുക്ക് വളരെയേറെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നു ജനങ്ങൾക്കും. ഇപ്പോൾ പറഞ്ഞ കണക്ക് ഓടയിൽ നേരത്തെ നമ്മുടെ ഒരു സ്ലാബൊക്കെ നിർമ്മിച്ചിട്ടു. അത് പലയിടങ്ങളിലും പൊട്ടി വീണ് കിടക്കുന്ന ഒരവസ്ഥയാണ് കാണുന്നത്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലിയറാക്കി പുതിയ ഓടയിൽ പുതിയ സ്ലാബ് പൊളിഞ്ഞു വീഴണമെങ്കിൽ അത് ആരുടെ കോൺട്രാക്ടറിന്റെ കുഴപ്പമല്ലേ? കോൺട്രാക്ടർ കുഴപ്പം. അത് NHAയുടെ കോൺട്രാക്ടിന്റെ എടുത്തിരിക്കുന്നവരുടെ കുഴപ്പമാണെന്ന് നമുക്ക് അത് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് ഓട വിഷയം നിർത്തിയിട്ട് നമുക്ക് ഇനി അടുത്ത പരിപാടിയിലേക്ക് പോവാം. നമുക്ക് അമൃത് പദ്ധതി. ചില മുഹൂർത്തങ്ങൾ, ചില പരീക്ഷണങ്ങൾ, എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ, അവിടെയൊക്കെ എന്നിൽ ആത്മവിശ്വാസം നിറയ്ക്കുന്ന പുഞ്ചിരി. ചുങ്കത് ഗോൾഡ്, precious like me. I'm Dr. Rehna, Alpha Hill Skin and Hair Clinic. നമ്മളിവിടെ വേരിയസ് സ്കിൻ ആൻഡ് ഹെയർ ട്രീറ്റ്മെന്റ്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സ്കിൻ റെജുവിനേഷൻ ട്രീറ്റ്മെന്റ്സ് ലൈക്ക് വാമ്പയർ ഫേഷ്യൽ, മെസോതെറാപ്പി, സ്കിൻ ബൂസ്റ്റേഴ്സ്, ആന്റി പിഗ്മെന്റേഷൻ ട്രീറ്റ്മെന്റ്സ് ലൈക്ക് കെമിക്കൽ പീൽ, ഗ്ലൂട്ടത്തിയോൺ IV, and laser treatments.
ആന്റി ഏജിങ്ങിന് വേണ്ടി നമുക്ക് ഒരുപാട് ട്രീറ്റ്മെന്റുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഫില്ലേഴ്സ്, ബോട്ടോക്സ്, ത്രെഡ് ലിഫ്റ്റ്, കൂടാതെ ഡബിൾ ചിൻ അല്ലെങ്കിൽ സാഗി സ്കിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ട്രീറ്റ്മെന്റ് ഹൈഫോ ട്രീറ്റ്മെന്റ് ആണ്. കൂടാതെ PRP, GFC, അഡ്വാൻസ് എക്സസോംസ് തുടങ്ങിയ ഹെയർ ട്രീറ്റ്മെന്റുകളും ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ആൻഡ് ബിയർഡ് ട്രാൻസ്പ്ലാന്റേഷൻ സർവീസുകളും അവൈലബിൾ ആണ്. ബ്രാൻഡഡ് ക്വാളിറ്റി ബിൽഡിംഗ് മെറ്റീരിയൽസ് വിലക്കുറവിൽ ഗ്ലാസ് പോയിന്റിൽ ലഭ്യമാണ്. ബ്രാൻഡഡ് ഡോർ ഹാൻഡിൽസ്, ലോക്സ്, മൺചിത്ര താഴുകൾ, പ്ലൈവുഡ്, PVC ആൻഡ് UPVC ഡോറുകൾ, വിൻഡോ ഗ്ലാസ്, വാൾപേപ്പർ, പ്രമുഖ കമ്പനികളുടെ മൾട്ടിവുഡുകൾ, PVC ഷീറ്റ് തുടങ്ങിയവയെല്ലാം നിങ്ങളുടെ ബഡ്ജറ്റ് അനുസരിച്ച് പർച്ചേസ് ചെയ്യാം. കൂടാതെ ലോകോത്തര നിലവാരമുള്ള പ്രമുഖ കമ്പനികളുടെ മോഡുലാർ കിച്ചൺ, പ്ലൈവുഡുകൾക്ക് മാത്രമായി പ്രത്യേക സെക്ഷനും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു. ഫോർ മോർ ഡീറ്റെയിൽസ് കോൺടാക്ട് ഗ്ലാസ് പോയിന്റ്, പവർ ഹൗസ് റോഡ്, ചാലൈ, ട്രിവാൻഡ്രം. യഥാർത്ഥ ഗ്ലാസ് പോയിന്റ് പവർ ഹൗസ് റോഡിൽ മാത്രം. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം നേടാം. ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ പ്രോഗ്രാമിന്റെ 1 മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് 9495794157 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 10 കുടുംബങ്ങൾക്ക് KTDCയുടെ റിസോർട്ടുകളിൽ 2 പകലും 1 രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ജനസമക്ഷം ഫോണിൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഹലോ. ഓ, കുളത്തൂർ വാർഡിന്റെ നജാബി മാഡം ഞങ്ങളോടൊപ്പം ഉണ്ട്. അപ്പൊ അവിടുത്തെ കുറെ കാര്യങ്ങൾ പറഞ്ഞു. അപ്പൊ നമുക്ക് അവിടെ ഇനി എന്താണ് കൂടുതൽ വികസനങ്ങൾ ആവശ്യമുള്ളത്, നമുക്ക് നജയോട് സംസാരിക്കാം. സാർ നാജയാണ് സംസാരിക്കുന്നത്. സാർ, നമുക്കവിടെ ഇനി നമുക്ക് എന്തൊക്കെ വികസനങ്ങൾ വേണം എന്നുള്ളതാണ് ചോദിക്കുന്നത് സാറ്. അത് പൊതുവെ നമ്മളെ കുടിവെള്ള പ്രശ്നമൊക്കെ പരിഹരിക്കാൻ അത് വിഷയമുണ്ട്. അത് പറയണ്ടല്ലോ, പറഞ്ഞോളൂ. ഇത് റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുക. കുടിവെള്ള പ്രശ്നം നമുക്ക് രൂക്ഷാനുണ്ട് പല ഭാഗങ്ങളിലും. അത് പരിഹരിക്കണം. പിന്നെ തെരുവ് വാക്കുകൾ കത്തുന്ന പ്രശ്നങ്ങളുണ്ട്, കത്താത്തത്. പിന്നീട് നമ്മളെ നായശല്യം വളരെ രൂക്ഷമായിട്ടുണ്ട്. ഇതാണ് റോഡിന്റെ ശോച്യാവസ്ഥ. അതാണ് പൊതുവായിട്ടുള്ള പ്രശ്നങ്ങൾ നാട്ടില്. പിന്നെ നമ്മളെ കൗൺസിലറുടെ പ്രവർത്തനം വളരെ മികച്ചതാണ്. എത്തുന്നുണ്ട്, പല കാര്യങ്ങളുണ്ട്. നമ്മളെ കിഴക്കിങ്ങനെ ഗ്രന്ഥശാലയ്ക്ക് വേണ്ടി 31 ലക്ഷം രൂപയുടെ ഫണ്ട് അനുവദിച്ച് തന്നിട്ടുണ്ട്. അതിന്റെ പ്രവൃത്തി ഏകദേശം പൂർണ്ണമായിട്ടുണ്ട്. അതിന്റെ ഉദ്ഘാടനം ആറായി. പല വികസന പ്രവർത്തനത്തിലൊക്കെ രാജ നല്ല ഒരു പ്രവർത്തനമാണ് കൗൺസിലർ എന്നുള്ള നിലയിൽ നിർവഹിച്ചുള്ളത്. പേരെന്ന് പറയാവോ? എന്റെ പേരാ? അതെ, കുമാർ. ഇവിടെ കിഴക്കിങ്കര ഗ്രന്ഥശാലയുടെ പ്രസിഡന്റ് കൂടിയാണ്. വെരി ഗുഡ്. അപ്പൊ എന്തെങ്കിലും നിർദ്ദേശങ്ങൾ എന്തെങ്കിലും ഉണ്ടോ? ഒരു നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വായനശാലയുടെ കുറച്ച് ബാക്കി കുറച്ച് മരാമത്ത് പണി ചെയ്ത് തീർക്കാറുണ്ട്. അവര് ഇനി ഒരു 10-15 ലക്ഷം ഇലക്ട്രിഫിക്കേഷനും മോളില് സൈഡ് മറയ്ക്കുന്ന പ്രശ്നങ്ങൾ വായനശാലയായിട്ട് ബന്ധപ്പെട്ട് പൂർത്തീകരിക്കേണ്ടതുണ്ട്. അത് നമ്മളെ കൗൺസിലർ പറഞ്ഞിട്ടുണ്ട്. അത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ഇതാണ് വായനശാലയായിട്ട് ബന്ധപ്പെട്ട് പറയാൻ. പിന്നെ പൊതുവായിട്ടുള്ള വിഷയങ്ങള് ഈ പറഞ്ഞ കാര്യങ്ങൾ തന്നെ റോഡിന്റെയും തെരുവുകളുടെയും മറ്റു കാര്യങ്ങൾ. അത് നമ്മുടെ റോഡിന്റെ വിഷയം എന്ന് പറയുന്നത് ഗ്യാസ് പൈപ്പ് കണക്ഷൻ കൊടുക്കുന്നതിന് വേണ്ടി നമ്മൾ കുഴിയെടുത്ത റോഡുകളാണ് ഇപ്പൊ നിലവില് കുഴികളായിട്ട് അത് റീസ്റ്റോർ ചെയ്യാൻ നമ്മള് പലതവണ നമ്മൾ അവരെ അറിയിച്ചിട്ടുണ്ട്. അവർ വന്ന് നോക്കി ചെയ്യാവുന്ന ഏറ്റിട്ടുണ്ട്. അത് എന്തായാലും ഉടൻ തന്നെ അത് നമുക്ക് പണി തീർത്ത് തരാമെന്ന് പറഞ്ഞു. അത് നമുക്ക് ചെയ്യിക്കാം. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു. നമുക്ക് അമൃത് പദ്ധതി എത്രത്തോളം നമ്മൾ അവിടെ ചെയ്തിട്ടുണ്ട്? നമുക്ക് നമ്മുടെ വാർഡിൽ പൂർണ്ണമായും വെള്ളം എല്ലാവർക്കും വാട്ടർ കണക്ഷൻ കിട്ടിയിട്ടുണ്ട്. കുറച്ച് വീടുകളിൽ മാത്രമേ വാട്ടർ കണക്ഷൻ, അത് സ്വാഭാവികം എടുക്കാൻ അവർക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് എടുക്കാതിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് നിലവിൽ കുറഞ്ഞ ഒരു 160 വീടുകൾക്ക് മാത്രമേ അതിൻ്റെ പ്രശ്നം വന്നിട്ടുള്ളൂ. അവർക്കെല്ലാം
ഫ്രീ കണക്ഷൻ കൊടുത്തിട്ടുണ്ട് അമൃത് പദ്ധതിയിൽ. 160 പേർക്ക് ഇത്രേ ഉള്ളൂ. അപ്പം അത്രയും വന്നപ്പം നമുക്കിപ്പം പ്രശ്നം എല്ലാവർക്കും കുടിവെള്ളം കൊടുക്കാൻ കഴിയാത്തൊരവസ്ഥയാണ്. കാര്യം വാട്ടർ ടാങ്കിൽ കൊണ്ടുവന്ന് കൊടുക്കേണ്ടത്. അല്ല വാട്ടർ ടാങ്ക് നമ്മുടെ മൺവിള വാട്ടർ ടാങ്ക് നിറഞ്ഞ് അതിൻ്റെ ഈ പ്രദേശത്ത് എത്താൻ ഒത്തിരി ബുദ്ധിമുട്ട് സമയം എടുക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആഴ്ചയിൽ 2 ദിവസം മാത്രമാണ് ഈ വെള്ളം ഓരോ പ്രദേശം അനുസരിച്ച് വാൽവ് അഡ്ജസ്റ്റ് ചെയ്താണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഉടനെ തന്നെ അത് പരിഹരിക്കാനുള്ള മെയിൻ പൈപ്പിന്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുക. നജ താമസിക്കുന്നത് അതിനകത്ത് ആ വാർഡിനകത്ത് തന്നെയാണ്. വാർഡിനകത്ത് തന്നെയാണ്. വീട്ടിലെപ്പോഴും വെള്ളം കിട്ടും. വീട്ടിൽ നമുക്ക് കിണറുണ്ട്. കിണറുകൾ ഉപയോഗിക്കാൻ പറ്റില്ലെന്നല്ല പറഞ്ഞു. അല്ല, എല്ലാ പ്രദേശത്തെ കാര്യമല്ല ഞാൻ ഈ ഉദ്ദേശിച്ചത്. ചില പ്രദേശങ്ങൾ കാര്യം ഈ കൂടുതലും ഫ്ലാറ്റുകളും പിന്നെ ഈ കുന്നുകളായിട്ടുള്ള പ്രദേശം. അതാണ് ആദ്യമേ കുന്ന് മല. ഞാൻ ആ സിനിമ ഡയലോഗാണ് ഓർമ്മ വന്നത്, മല മല എന്നുള്ളത്. എന്റെ നമുക്ക് ആ വാർഡിന്റെ പ്രദേശം നമ്മൾ പറയുമ്പം ആദ്യമേ ഞാൻ അത് എടുത്തു പറഞ്ഞത് അതാണ്. തോട്, കായല്, ഇന്ന് ഇങ്ങനെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ടത്. ഇത് കേൾക്കുമ്പോൾ ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായിട്ട് ആളുകൾ തോന്നിപ്പോകും. ഉണ്ട്, ടൂറിസ്റ്റ് കേന്ദ്രമാണ്. ടൂറിസ്റ്റ് കേന്ദ്രം എന്നാണ് പറയുന്നത്. അവിടെ ഒരു ടൂറിസ്റ്റ് കേന്ദ്രം തന്നെയാണെന്ന്. എന്തെങ്കിലും പ്രത്യേകത ഉണ്ടെങ്കിൽ നമ്മുടെ ആളുകൾ അവിടെ വരുമായിരുന്നു, പറഞ്ഞാൽ കൊള്ളാമായിരുന്നു. അവിടെ നേവൽ ബേസിന്റെ ഒരു കെട്ടിടം അവിടെ ഉണ്ട്. അവിടുത്തെ നേവൽ ബേസിൽ അവിടെ നേവിന്ന് വരുന്ന കുട്ടികളുടെ പരിശീലനമൊക്കെ ആ കായലിലാണ് നടക്കുന്നത്. അതിനുള്ള സംവിധാനങ്ങളെല്ലാം വളരെ നല്ല രീതിയിലാണ് അവിടെ. പബ്ലിക്കിനെ കാണാനുള്ള സംവിധാനം കിട്ടുമില്ല. അത് നമ്മൾ അനുവാദം ചോദിക്കണം. അനുവാദം ചോദിച്ചാൽ മാത്രമേ അത് കാണാൻ കഴിയുള്ളൂ. അതിനകത്ത് അങ്ങനെ ഒരു സ്വാതന്ത്ര്യം കൊടുക്കാറില്ല. പുറത്തു നിന്ന ആൾക്കാർക്ക് പ്രവേശനം ഇല്ല. പിന്നെ അതിനുള്ള പെർമിഷൻ എടുത്തുകൊണ്ട് നമുക്ക് അകത്തേക്ക് പ്രവേശിക്കാം. അതേ ആ ഒരു പ്രദേശം അത് മാത്രമല്ല, പിന്നെ ധാരാളം ടർഫുകളുണ്ട്. ടർഫല്ലാതെ കളിക്കളങ്ങൾ വേറെ ഇല്ലേ നമുക്ക്? ഈ ആ വാർഡിനകത്ത് കളിക്കളങ്ങൾ ഗവൺമെന്റിൻ്റെതായിട്ടുള്ള കളിക്കളങ്ങൾ ഇതുവരെ ടർഫ് തന്നെയാണ് ആശ്രയം. കാര്യം ഈ ഫ്ലാറ്റുകളിൽ നിന്നും മറ്റേ ടെക്നോ പാർക്കിലൊക്കെ ജോലി ചെയ്യുന്ന ജീവനക്കാരൊക്കെയാണ് കൂടുതലും അവിടെ താമസിക്കുന്നത്. അപ്പോൾ അവർക്കൊരു എൻജോയ്മെന്റ് ആവശ്യമാണല്ലോ. അതിന് ആ തരത്തിലുള്ള ടർഫ് കാശുള്ളവരാണ് കാശ് കൊണ്ടത്ത് കളിക്കുക. അതൊക്കെ ആ ഒരു സംവിധാനങ്ങളാണ് അവിടെ കൂടുതൽ വന്നിട്ടുള്ളത്. ഗവൺമെന്റ് തലത്തിൽ ഇതുവരെ ഒന്നും വന്നിട്ടില്ല. അതും പ്രതീക്ഷിക്കാം നമുക്ക് നാളെ എന്തായാലും. അങ്ങനെ ചുരുങ്ങിയ സമയം കൊണ്ട് അത് മാഡത്തിനെ കൊണ്ട് ചെയ്യാൻ കഴിയുമോ എന്നുള്ളതാണ്. അതിനുള്ള നമുക്ക് ഏരിയ ഒരു സ്ഥലം കിട്ടിയിട്ടില്ല. പ്രോപ്പർട്ടി ഉണ്ടായി കഴിഞ്ഞാൽ നമുക്കത് ചെയ്യാം. അത് ഓക്കെ. നമുക്ക് നേരെ പോവാം. നമുക്ക് വേസ്റ്റ് മാനേജ്മെന്റിലേക്ക് പോവാം. നമുക്ക് എങ്ങനെയാണ് വേസ്റ്റ് മാനേജ്മെന്റ് കൈകാര്യം ചെയ്യുന്ന? ഡബിങ് ആഡ് ഉണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് പോയിന്റ് വല്ലതും ഉണ്ടോ? അത് കളക്ഷൻ ആണോ ചെയ്യുന്നത്? എങ്ങനെയാണ്? ഇല്ല, അത് നമുക്ക് ഇപ്പം കളക്ഷനാണ് ചെയ്യുന്നത്. നമ്മുടെ ഹരിതകർമ്മ സേനയാണ് അതിൻ്റെ വേസ്റ്റ് മാനേജ്മെൻറ്റിൽ. പ്ലാസ്റ്റിക് അവർ കൃത്യമായി എല്ലാ മാസവും എല്ലാ വീടുകളിലും പോയി അത് എടുക്കുന്നുണ്ട്. അത് ഡംപ് ചെയ്യുന്നത് ഇപ്പം നമുക്കൊരു കേന്ദ്രം എന്ന് പറയുന്നത് കുളത്തൂർ ആറ്റിപ്ര സോണൽ ഓഫീസിൻ്റെ അകത്തുള്ള ഒരു ചന്തയാണ്. അതിലാണ് ഡംപ് ചെയ്യുന്നത്. അവിടെ നിന്ന് പിന്നെ അത് സോർട്ട് ചെയ്ത് പലയിടത്തായിട്ട് കൊണ്ടുപോകും. അതല്ലാതെ നമ്മുടെ വാർഡിലായിട്ടൊരിടം ഇല്ല. വാർഡിലായിട്ടൊരു അങ്ങനെ സ്ഥലമില്ല. അപ്പം ഇപ്പം 12 പേര് നമ്മുടെ ഹരിതകർമ്മ സേനയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അവർക്ക് ആർക്കും തന്നെ ഒരു പ്രശ്നമില്ല. നല്ല രീതിയിൽ അവർ വർക്ക് ചെയ്യുന്നുണ്ട്. ആ പ്രദേശത്തെ കൃത്യമായും അവിടെ പോയി വീടുകൾ തോറും പോയി മാലിന്യം. കിച്ചൺ ബിന്നുകളും ഏകദേശം വീടുകളിൽ കിച്ചൺ ബിന്നും സ്ഥാപിച്ചിട്ടുണ്ട്. മിക്കവാറും ഇനി നമ്മുടെ സാധാരണക്കാരായ പിന്നോക്കം നിൽക്കുന്ന ചില വീടുകളിൽ മാത്രം അവരും എടുക്കാൻ താല്പര്യം കാണിക്കുന്നുണ്ട്. ഇപ്പം ഏകദേശം നമുക്കത് കൊടുക്കാൻ കഴിയും. നമുക്ക് ആരോഗ്യ മേഖലയിലേക്ക് വരാം. നമുക്ക് അങ്ങനെ ക്ലിനിക്കോ അങ്ങനെയുള്ള കാര്യങ്ങളോ വെൽനസ് സെന്റർ എന്തൊക്കെ പ്രവർത്തിക്കുന്നുണ്ട് വാർഡിനകത്ത്? വെൽനസ് സെന്റർ ഇപ്പം നമുക്ക് സബ് സെന്ററിന്റെ ഭാഗമായിട്ട് PHC നമ്മുടെ സബ് സെന്റർ PHC സബ് സെന്റർ ഭാഗമായിട്ട് അവിടെ ഒരു വെൽനസ് സെന്റർ ആരംഭിച്ചിട്ടുണ്ട്. പിന്നെ ഈ ഹോമിയോയുടെ അവിടെ ഹോമിയോ ഡിസ്പെൻസറി അതിനോടൊപ്പം തന്നെ വെൽനസ് സെന്റർ പ്രവർത്തിക്കുന്നുണ്ട്. ഇനി നമുക്കൊരു ഹെൽത്തിൻ്റെ ഒരു ഗവൺമെൻറ് ഒരു ആശുപത്രി തുടങ്ങാനായിട്ട് തന്നെ ഒരു കെട്ടിടം നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അത് ഉടനെ കിട്ടും എന്നുള്ള പ്രതീക്ഷ. കാര്യം കഴിഞ്ഞ ആഴ്ചയും നമ്മളിതിന് ഒരു വീട് നോക്കാൻ പോയി. അപ്പം വീടിന് അവർ പറയുന്ന സൗകര്യം ഉണ്ടായിരിക്കണം. 2 അറ്റാച്ച്ഡ് ബാത്റൂമും അതുപോലെ ഹോളും
വെയിറ്റിംഗ് ഏരിയ ഒക്കെ വേണം എന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അതേ രീതിയിലൊരു വീട് കിട്ടുകയാണെങ്കിൽ ഉടൻ തന്നെ അത് ആരംഭിക്കാൻ. ഈ പ്രോഗ്രാമിലൂടെ നിങ്ങൾക്കും സമ്മാനം നേടാം. ചെയ്യേണ്ടത് ഇത്രമാത്രം: ഈ പ്രോഗ്രാമിന്റെ 1 മിനിറ്റിൽ കുറയാത്ത വീഡിയോ നിങ്ങൾ റെക്കോർഡ് ചെയ്ത് 9495794157 എന്ന നമ്പറിലേക്ക് വാട്സാപ്പ് ചെയ്യുക. നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുക്കുന്ന 10 കുടുംബങ്ങൾക്ക് KTDCയുടെ റിസോർട്ടുകളിൽ 2 പകലും 1 രാത്രിയും സൗജന്യ താമസവും സൗജന്യ ഭക്ഷണവും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. ചില മുഹൂർത്തങ്ങൾ, ചില പരീക്ഷണങ്ങൾ, എന്നിൽ ഞാൻ എന്നെ തന്നെ തിരയുന്ന നിമിഷങ്ങൾ. ചുങ്കത് ഗോൾഡ്, precious like me. Joint Commission International, or JCI, is the gold standard for hospital safety and quality. SP Medifort Hospital has been accredited with JCI 8th edition, showcasing its commitment to world-class care. It's also the first hospital in South Kerala to receive this prestigious recognition. Choose SP Medifort. You first, always. SP Medifort. You first, always. Fashion for all at my own Parthas. 60 വർഷത്തെ സേവന പാരമ്പര്യമുള്ള SKP ഗ്രൂപ്പിന്റെ ഏറ്റവും പുതിയ വെഞ്ചർ, സിറ്റിയിലെ തന്നെ ഏറ്റവും വലിയ ഷോറൂം, അതാണ് ടിംബാഗ് ഗ്രൂപ്പ്. വീടിന്റെ സൗന്ദര്യം പൂർണ്ണതയിൽ എത്തണമെങ്കിൽ നല്ല ഫർണിച്ചർ തന്നെ വേണം. മനോഹരവും ഈട് നിൽക്കുന്നതുമായ വുഡൻ ഫർണിച്ചറുകളുടെ കമനീയ ശേഖരം, കാലത്തെ അതിജീവിക്കുന്ന ആന്റിക് ഡിസൈനുകൾ, മോഡേൺ സോഫ സെറ്റുകൾ, അലമാരകൾ, ഡൈനിങ് സെറ്റുകൾ, മനസ്സിനിണങ്ങിയ ഫർണിച്ചർ, മനസ്സിനിണങ്ങിയ വിലയിൽ. ടിംബാഗ് ഗ്രൂപ്പ്. ടിംബാഗ് ഗ്രൂപ്പ്, the biggest wooden furniture showroom in the heart of the city. ഓഫറുകൾ തൻ മായാജാലം ചുറ്റും തീർക്കും ഓണക്കാലം. സമ്മാനങ്ങൾ വാരിക്കൂട്ടം, വാഗ്ദാനങ്ങൾ വേണ്ടതിലേറെ. അപ്ലയൻസ്, മൊബൈൽ, ഡിജിറ്റൽ ഗാഡ്ജറ്റ്സ് വാങ്ങണം, പക്ഷേ എവിടെ നിന്ന്? യഥാർത്ഥ ഓഫർ, യഥാർത്ഥ ഡിസ്കൗണ്ട് നമ്മുടെ പിട്ടാപ്പിള്ളിയിൽ മാത്രം. വൻ ഓഫറുകൾ തൻ യഥാർത്ഥ മേളം പിട്ടാപ്പിള്ളിയിൽ. റിയൽ ഓണത്തിൽ വന്നോണം പൊന്നോണം, ഇത് പിട്ടാപ്പിള്ളിയിൽ റിയൽ ഓണം. Pitapilli Agencies. Canara Bank has flourished with 9,800 plus branches spanning India. We proudly serve 12 crore customers and counting, a testament to our unwavering commitment to trust, togetherness and transformation. Canara Bank celebrates its 120th year foundation day. Canara Bank, together we can. ജനസംരക്ഷണം ഫോണിൻ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. ഹലോ. കുളത്തൂരിന്റെ പ്രിയങ്കരിയായ കൗൺസിലർ നാജ ഞങ്ങളോടൊപ്പം ഉണ്ട്. അപ്പൊ ആ വാർഡിനെ കുറിച്ചുള്ള കുറെ കാര്യങ്ങൾ ഇപ്പൊ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമുക്കിനി അറിയേണ്ടത്, നാജയ്ക്കും അറിയേണ്ടത്, അവിടെ ഇനി കൂടുതലായി എന്തെങ്കിലും ചെയ്യാനുണ്ടോ? നാജയോട് സംസാരിക്കാം. ഇവിടെ ഇനി ചെയ്യേണ്ട പ്രവർത്തനങ്ങള് നമ്മളെ റോഡുകളുടെ കുറച്ച് കോൺക്രീറ്റിന്റെ വർക്കുകൾ, അങ്ങനെയൊക്കെയുള്ള ചില സബ് റോഡുകൾ ആണ് ഇനി പൂർത്തിയാക്കാനുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ ഉള്ളത് നമ്മളെ വാർഡില് സ്ട്രീറ്റ് ലൈറ്റുകൾ ഏകദേശം ഒക്കെ മാറ്റിക്കഴിഞ്ഞു. ഇനി കുറച്ച് ലൈറ്റുകളാണ് ഇനി കത്തേണ്ടതായിട്ടുള്ളത്. അത് അടിയന്തരമായിട്ട് അത് കത്തിക്കണം, ഈ ലൈറ്റുകൾ കത്തിക്കണം. പിന്നെ ചെയ്യാനുള്ളത് ഈ റോഡ് സൈഡിലുള്ള ഈ 2 സൈഡിലും ചില റോഡുകളിൽ ഈ കാട് നല്ലതുപോലെ വളർന്ന്, അപ്പോൾ അത് പ്രൊഫഷണൽ കുറെ കൗൺസിലർ നേതൃത്വത്തിൽ അത് ചെയ്ത് കഴിഞ്ഞു. ബാക്കിയുള്ളതും കൂടി എത്രയും പെട്ടെന്ന് അത് പൂർത്തീകരിക്കണം. പിന്നെ ബാക്കി ഒരുവിധപ്പെട്ട കാര്യങ്ങളെല്ലാം കൗൺസിലർ ചെയ്യുന്നു. അപ്പൊ ഇത്രയും
കാര്യങ്ങളാണ് അടിയന്തരമായിട്ട് പരിഹരിക്കേണ്ടത്. ഹലോ സുരേഷേ, നമുക്ക് ആ വാട്ടർ ടാങ്ക് വെക്കാനുള്ള ഒരു എവിടെയാണെന്നുള്ളൊരു സ്ഥലം നമുക്ക് കണ്ടെത്തി കഴിഞ്ഞാൽ ഉടനെ നമുക്ക് അതവിടെ വെക്കാനുള്ള സംവിധാനം ഒരുക്കാം. അത് നമ്മള് ഒന്നിരുടെ സ്ഥലങ്ങൾ നമ്മള് സെലക്ട് ചെയ്തിട്ടുണ്ട്. അതായത് ഒന്ന് നമുക്ക് ചൂസ് ചെയ്യണം. ഒന്നിരുടെ സ്ഥലങ്ങള് 2-3 സ്ഥലങ്ങൾ നമ്മള് കണ്ടുവച്ചിട്ടുണ്ട്. പല സ്ഥലത്തായിട്ട് 2-3 സ്ഥലങ്ങൾ നമുക്ക് നോക്കി വെച്ചിട്ടുണ്ട്. അത് ഓരോ സ്ഥലത്തും എവിടെയാണ് അത് ആപ്റ്റായിട്ടുള്ളത് ആ സ്ഥലങ്ങൾ നമ്മൾ തിരഞ്ഞെടുത്ത് അവിടെ വെക്കണം. അത് കണ്ടെത്തി തന്നാൽ മതി. നമുക്ക് മേയർക്ക് നമ്മുടെ മേയർക്ക് കത്ത് കൊടുത്താൽ മേയർ ഉടനെ അത് ശരിയാക്കി തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ചെയ്യാതെ അതുപോലെ പിന്നെ ഒരു കാര്യം കൂടി, മാലിന്യങ്ങൾ പല സ്ഥലത്തും കൂട്ടി വെച്ചിട്ട് അത് സമയബന്ധിതമായിട്ട് അത് എടുത്തുകൊണ്ട് പോകുന്നില്ല. അതിനും കൂടി ഒരു നടപടി ഉണ്ടാവും. അതുണ്ടാക്കാം. അത് അതിന് ബന്ധപ്പെട്ട് നമുക്ക് ഹെൽത്തിലെ അറിയിച്ച് നമുക്കതിനെ മാറ്റിക്കാം. അത് എവിടെയാണ് വെച്ചിരിക്കുന്നത്. പട്ടിശല്യവും ഇതിന്റെ കൂടെ ഉണ്ട്. അതും കൂടെ സൂചിപ്പിച്ചു പോവുകയാണ്. അതിന് ഒരു പരിഹാരം, കഴിയുന്ന പരിഹാരം, കാരണം ഈ വന്ധ്യീകരണം ഉൾപ്പെടെയുള്ള കാര്യങ്ങള് ചെയ്താൽ വലിയ ഉപകാരമായിരിക്കും. അത് അറിയിച്ചിട്ടുണ്ട്. നമ്മുടെ നഗരസഭയിൽ ഞാൻ അത് അറിയിച്ചിട്ടുണ്ട്. അതിന് അവർ വന്ന് അവർക്ക് ശരിക്കും ആ വാഹനം അത് കിട്ടിക്കഴിഞ്ഞാൽ ഉടനെ വന്ന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ABC ചെയ്യിക്കാൻ. താങ്കളുടെ പേരെന്ന് പറയാമോ? സുരേഷ് കുമാർ. ഓക്കെ, താങ്ക് യു. വെൽക്കം ബാക്ക് മാഡം. ഇനിയുള്ള വികസനങ്ങളെ കുറിച്ചും ചെയ്തതും ഇനി ചെയ്യാനുള്ള കാര്യം കൊണ്ട് പറയാം. ചെയ്തത് നമ്മുടെ ഈ കഴിഞ്ഞ 5 വർഷത്തിന് ഇടയ്ക്ക് നമുക്ക് ഒത്തിരി കാര്യങ്ങളാണ്. ഒരു സംഗതിയുടെ നമുക്ക് എത്ര വീട് നമ്മൾ വെച്ചു കൊടുത്തു, എത്ര മെയിൻ്റെനൻസ്? വീട് 17 വീടുകൾ വെച്ച് 5 വർഷത്തിനിടയിൽ 17 വീടുകൾ. പിന്നെ വസ്തു വാങ്ങിയിട്ടവർ തന്നെ 13 പേർ, 30ഓളം പേർക്ക് ആയിട്ടുണ്ട്. പക്ഷെ അതിൽ 13 പേര് വസ്തു വാങ്ങിയിട്ടിട്ട് വീട് വെച്ചിട്ടില്ല. അവർക്കും വീട് അവരിറങ്ങാത്തത് കൊണ്ടാണ്, അല്ലാതെ വീട് കൊടുക്കാത്തതല്ല. അവരതിനോട് മുന്നോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ അവർക്കും ആ വീടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതുപോലെ നമുക്ക് വീട് മെയിൻ്റനൻസ് കാര്യം, ഇതിന് മുന്നേ കൊടുത്ത കുറേ വീടുകൾ പഴയ ആദ്യം നമ്മുടെ EMS പദ്ധതി പ്രകാരം കുറേ വീടുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ വീടുകൾക്കെല്ലാം മെയിൻ്റനൻസ് ആയിട്ട് ഈ 5 വർഷത്തിനിടയിൽ ഒരു 53 പേർക്ക് മെയിൻ്റനൻസ് ചെയ്യുന്നതിനായിട്ട് കൊടുത്തിട്ടുണ്ട്. കാര്യം ഈ അന്നത്തെ പഴയ രീതിയിലുള്ള വീടുകൾ വെച്ചപ്പം ചോർച്ചയൊക്കെ ഉള്ള അങ്ങനെയുള്ള വീടുകൾക്ക് മെയിൻ്റനൻസ് പദ്ധതിയിൽ അത് കൊടുത്തിട്ടുണ്ട്. പിന്നെ വീട് അതുപോലെ തന്നെ ഷീറ്റ് പൊട്ടിപ്പോയ അങ്ങനെയൊക്കെയുള്ള വീടുകൾ, ഓടിട്ട വീടുകൾ, അതെല്ലാം മേൽക്കൂര മാറ്റാനായിട്ട് ഒരു 5 വീടുകൾക്ക് മേൽക്കൂര മാറ്റാനായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുട്ടികൾക്ക് പഠിക്കാൻ പഠനമുറി സൗകര്യത്തിനായി 8 പേർക്ക് പഠനമുറി എന്നുള്ള സൗകര്യം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഡ്രൈ സ്കൂട്ടർ ഭിന്നശേഷിക്കാർക്കായിട്ടുള്ളവർക്ക് 2 പേർക്ക് ഡ്രൈ സ്കൂട്ടർ അനുവദിച്ചു കൊടുത്തിട്ടുണ്ട്. അപേക്ഷ തന്നത് പ്രകാരം അപേക്ഷ നമുക്ക് 2 എണ്ണം അങ്ങനെ കിട്ടി, ആ 2 പേർക്കും കൊടുത്തിട്ടുണ്ട്. അതേപോലെ നമുക്ക് വയോജനങ്ങൾക്ക് കട്ടിൽ, അത് 240 പേർക്ക് വയോജനങ്ങൾക്ക് 5 വർഷത്തിനിടയിൽ കട്ടിൽ വിതരണം ചെയ്തിട്ടുണ്ട്. നമുക്ക് അത് കഴിഞ്ഞ് നമുക്ക് കൃഷിക്കാർക്ക് ഒരുപാട് സഹായം. നമ്മുടെ വാർഡിൽ കൂടുതലും കർഷകരുണ്ട്. ആ കർഷകർക്കായിട്ട് അവർക്ക് അനുവദിച്ചു വന്ന എല്ലാ ആനുകൂല്യങ്ങളും എല്ലാ വിധത്തിലും, പച്ചക്കറി തൈയായാലും കിഴങ്ങ് വർഗവിള വികസനമായാലും, അതുപോലെ സമഗ്ര പുരയിട കൃഷി, തരിശുപുരയിട കൃഷി, ഇങ്ങനെ എല്ലാ ആനുകൂല്യങ്ങളും അപേക്ഷ തന്ന പ്രകാരം മുഴുവൻ പേർക്കും കിട്ടിയിട്ടുണ്ട്. പിന്നെ അതുപോലെ മൃഗസംരക്ഷണ വകുപ്പിൽ മേഖലയിൽ അടുക്കള മുറ്റത്തെ മുട്ടക്കോഴി വളർത്താൻ അതും 300 ശിഷ്ടം പേർക്ക് നമുക്ക് കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പം ഓരോരുത്തരും അതാത് ആ കോഴികളെ വളർത്തി മുട്ട കൊടുക്കുന്ന ആ ഒരു നല്ല ഒരു സംവിധാനമാണ് ചെയ്യുന്നത്. അത് ഇനിയും ഇപ്പോഴും നമുക്ക് കൂടുതൽ അപേക്ഷ, ഒരു 200ഓളം അപേക്ഷ വന്നിട്ടുണ്ട്. അടുത്ത വർഷത്തേക്കുള്ള ഈ 26ൻ്റെ പദ്ധതിയിലേക്ക് അപേക്ഷകൾ വന്നിട്ടുണ്ട്. അത് അടുത്ത തരുന്ന മുറയ്ക്ക് നമ്മളത് കൊടുക്കുന്നതാണ്.
പിന്നെ അതുപോലെ ആടുണ്ട്, ആട് വളർത്തുന്നവരുണ്ട്, അവർക്ക് 15 പേർക്ക് നമുക്ക് ആട് കൊടുക്കാൻ കഴിഞ്ഞു. പശുവിനെ വളർത്തുന്നവരുണ്ട്, അത് 7 പേർക്ക് പശുവായിട്ടുള്ള അതിനെ സംബന്ധിച്ച് വരുന്ന ആനുകൂല്യങ്ങൾ, കാലിത്തീറ്റ, കാലിത്തൊഴുത്ത്, ഇങ്ങനെ വരുന്ന ആനുകൂല്യങ്ങൾ അപേക്ഷ തരുന്ന മുറയ്ക്ക് അപേക്ഷ നമുക്ക് അവർ ആവശ്യപ്പെടുന്നതിനനുസരിച്ച് നമ്മൾ വരുന്നവർക്കെല്ലാം ആനുകൂല്യങ്ങൾ, സബ്സിഡിയോടുകൂടിയുള്ള ആനുകൂല്യങ്ങൾ അതെല്ലാം കൊടുക്കാറുണ്ട്. ഇത് നമ്മുടെ ഈ സർക്കാർ ഇതിൻ്റെ ഭാഗമായി നമുക്ക് തിരുവനന്തപുരം നഗരസഭ യിൽ നിന്നും കിട്ടുന്ന ആനുകൂല്യങ്ങൾ കൂടുതൽ ഭാഗം നമ്മൾ വാങ്ങിക്കൊടുക്കാൻ നമ്മൾ നല്ലൊരു മനസ്സോടുകൂടി അവിടുത്തെ പ്രദേശത്തുള്ള എല്ലാവരെയും ഒരേ കൂട്ടിച്ചേർത്തുകൊണ്ട്, എന്ന് വെച്ചാൽ എല്ലാവർക്കും എന്തൊക്കെ ആനുകൂല്യങ്ങൾ കിട്ടുന്നു എന്ന് നമുക്ക് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന ഒരു അവസരമാണ് നമുക്ക് ഈ 5 വർഷക്കാലം എന്നെ സംബന്ധിച്ച് എനിക്കൊരു വളരെയേറെ സന്തോഷം തോന്നുന്നൊരു രീതിയാണ്. കാരണം ഈ ആനുകൂല്യങ്ങൾ എല്ലാവരിലും എത്തിക്കുക, അതാണ് നമ്മുടെ ഒരു ഉത്തരവാദിത്വം. നമ്മൾ അതിൻ്റെ പിറകെ നമ്മൾ എല്ലാവരും വീടുകളിൽ വന്ന് ചോദിച്ച് വാങ്ങാൻ, നമ്മൾക്ക് അവരുടെ വീടുകളിലേക്ക് ഇറങ്ങി ചെല്ലണമെങ്കിൽ, ഇതെല്ലാം അവരുടെ കയ്യിൽ എത്തിക്കണമെങ്കിൽ നമ്മുടെ ഒരു പ്രവർത്തനം കൂടി ഉണ്ടായിരിക്കണം. ഒരു സേവനം എന്ന രീതിയിൽ അത് നല്ല രീതിയിൽ എനിക്ക് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഓരോരുത്തരെയും നമുക്ക് ആ കുടുംബശ്രീ മുഖാന്തരമായാലും നമ്മുടെ വാർഡിൽ തന്നെ ഈ 54 കുടുംബശ്രീ ഉണ്ട്. ഈ 54 കുടുംബശ്രീ വഴിയും നമുക്ക് ഇത് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ആ കുടുംബശ്രീയുടെ പ്രവർത്തനം നല്ല രീതിയിൽ നടന്നുകൊണ്ട് പോകുന്ന ഒരു വാർഡാണ്. കഴിഞ്ഞ കാലഘട്ടത്തിലൊക്കെ നല്ല രീതിയിൽ അവർ ഏറ്റവും 1ാം സമ്മാനമൊക്കെ നേടിയ ഒരു കുടുംബശ്രീയാണ് കുളത്തൂർ വാർഡിലെ കുടുംബശ്രീ അംഗങ്ങൾ. അവർ ഇപ്പോഴും നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവരുടെ പ്രവർത്തനം നമുക്കും കൂടെ ഒരു കൂട്ടായ്മയായി മാറുന്നുണ്ട്. എല്ലാ കാര്യങ്ങളും നമ്മൾ അതാത് സമയത്ത് ചെയ്തു കൊടുക്കാൻ കഴിയുന്നത് കുടുംബശ്രീയിലൂടെയാണ്. ഏറ്റവും കൂടുതൽ ഭാഗമാകുന്നതെന്ന് പറയുന്നത് കുടുംബശ്രീ അംഗങ്ങളാണ്. കുടുംബശ്രീയിലെ ഓരോ കുടുംബത്തിനും അതിൻ്റെ ഭാഗമാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് ഈ കൊടുക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം. അപ്പോൾ എന്തായാലും മറ്റു വികസനങ്ങളെ കുറിച്ച് എല്ലാം ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞല്ലോ. അപ്പോൾ എന്തായാലും കുളത്തൂർ വാർഡിനെ കുറിച്ച് ഇത്രയും നേരം നമ്മോട് സംസാരിക്കുകയും കാര്യങ്ങൾ പറഞ്ഞു നൽകുകയും ചെയ്ത നജയ്ക്ക് നന്ദി പറയുന്നതോടൊപ്പം ഇനിയും ജനങ്ങളെ സേവിക്കാനുള്ള ആയുസ്സും ആരോഗ്യവും ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്കാരം. ഈ പ്രോഗ്രാമിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും munnacreations@gmail.com എന്ന മെയിൽ ഐഡിയിലേക്ക് അയക്കുക. പ്രോഗ്രാം വീണ്ടും കാണുവാനായി അസ്മിജ കമ്പനി എന്ന യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക.